നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് ആണ്. റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് ആണ് നെക്സ്റ്റ് ചാപ്റ്റർ. റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സിൽ നോക്കുക, നമുക്കറിയാം റെസ്പിറേഷന് 2 ടൈപ്സ് ഓഫ് റെസ്പിറേഷൻസ് ആണുള്ളത്. എയറോബിക് റെസ്പിറേഷൻ ആൻഡ് അനറോബിക് റെസ്പിറേഷൻ. എയറോബിക് ആൻഡ് അനറോബിക് റെസ്പിറേഷൻ ഉണ്ട്. എയറോബിക് റെസ്പിറേഷൻ ഈസ് ദി complete oxidation of food materials. Aerobic respiration is the complete oxidation of food materials in the carbon dioxide and water in the presence of oxygen. Oxygen പ്രസൻസിലായിരിക്കും നടക്കുക. അത് എന്താണ്, കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഫുഡ് മെറ്റീരിയൽസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ ആൻഡ് റിലീസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ ആസ് എൻ പ്രോഡക്ട്സ് ഇസ് ദി എയറോബിക് റെസ്പിറേഷൻ. നമ്മുടെ ബോഡിയിൽ നോർമലി എയറോബിക് റെസ്പിറേഷനാണ് നടക്കുക. എന്നാൽ നമ്മുടെ സ്കെലിറ്റൽ മസിൽസിൽ എന്ത് നടക്കുന്നുണ്ട്, അനറോബിക് റെസ്പിറേഷൻ നടക്കുന്നുണ്ട്. ആസ് എ റിസൾട്ട് ലാക്റ്റിക് ആസിഡ് ഫോം ചെയ്യുന്നുണ്ട്. ആ ലാക്റ്റിക് ആസിഡാണ് നമ്മുടെ മസിൽസിനെ തളർത്തുക. നമ്മൾ മസിൽസ് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ലാക്റ്റിക് ആസിഡ് അക്യുമുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഉണ്ടാകുന്ന ആ ടെമ്പററി ആയിട്ടുണ്ടാകുന്ന ക്ഷീണത്തെയാണ് നമ്മൾ മസിൽ ഫാറ്റിക് എന്ന് പറയുന്നത്. മസിൽ ഫാറ്റിക്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ, അനിമൽ ബോഡിയിൽ, ഹ്യൂമൻ ബോഡിയിൽ അനറോബിക് റെസ്പിറേഷൻ നടക്കുന്നത് സ്കെലിറ്റൽ മസിൽസിലാണ്. കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഓക്സിജൻ്റെ ആബ്സൻസ് ഉണ്ടാകുന്നു. ആസ് എ റിസൾട്ട് അനറോബിക് റെസ്പിറേഷൻ നടക്കുന്നു. ലാക്റ്റിക് ആസിഡ് അക്യുമുലേറ്റ് ചെയ്യുന്നു. അതിനാണ് നമ്മൾ മസിൽ ഫാറ്റിക് എന്ന് പറയുന്നത്. ഇനി ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ ആണെങ്കിൽ അതിന് പറയുന്നതാണ് അനറോബിക് റെസ്പിറേഷൻ. ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഫുഡ് മെറ്റീരിയൽസ് ഇൻ ദി ആബ്സൻസ് ഓഫ് ഓക്സിജൻ ഈസ് കാൾഡ് അനറോബിക് റെസ്പിറേഷൻ. അപ്പോൾ എയറോബിക് റെസ്പിറേഷൻ ഈസ് ദി കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഫുഡ് മെറ്റീരിയൽസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജനും അനറോബിക് റെസ്പിറേഷൻ ഈസ് ദി ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഫുഡ് മെറ്റീരിയൽസ് ഇൻ ദി ആബ്സൻസ് ഓഫ് ഓക്സിജനുമാണ്. അതാണ് എയറോബിക് ആൻഡ് അനറോബിക്. അങ്ങനത്തെ ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്, എയറോബിക് റെസ്പിറേഷൻ. ഇനി എയറോബിക് റെസ്പിറേഷൻ 2 സ്റ്റെപ്സാണുള്ളത്, ഗ്ലൈക്കോളിസിസ് ആൻഡ് ക്രബ്സ് സൈക്കിൾ. എയറോബിക് റെസ്പിറേഷൻ ഹാസ് 2 സ്റ്റെപ്സ്, ഗ്ലൈക്കോളിസിസ് ആൻഡ് ഫെർമെൻറ്റേഷൻ. ഇങ്ങനെ 2 സ്റ്റെപ്സാണുള്ളത്. അതിൽ ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞാൽ, ഗ്ലൈക്കോളിസിൻ്റെ മറ്റൊരു പേര് EMP പാത്വേ എന്ന് പറയാം. ഗ്ലൈക്കോളിസിൻ്റെ മറ്റൊരു പേര് EMP പാത്വേ എന്ന് പറയാം. ഇതിൻ്റെ സൈറ്റ് ഓഫ് ഗ്ലൈക്കോളിസിസ് ചോദിച്ചു കഴിഞ്ഞാൽ സൈറ്റോപ്ലാസമാണ്. സൈറ്റോപ്ലാസത്തിൽ വെച്ചാണ് ഗ്ലൈക്കോളിസിസ് നടക്കുക. പിന്നെ ഇറ്റ് ഈസ് ദ കോമൺ സ്റ്റെപ്പ് ഓഫ് ബോത്ത് എയറോബിക് ആൻഡ് അനറോബിക് റെസ്പിറേഷൻ. എയറോബിക് റെസ്പിറേഷൻ്റെയും അനറോബിക് റെസ്പിറേഷൻ്റെയും കോമൺ സ്റ്റെപ്പാണ് ഏത്, ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലൈക്കോളിസിസ് ഈസ് ദി കോമൺ സ്റ്റെപ്പ് ഓഫ് ബോത്ത് എയറോബിക് ആൻഡ് അനറോബിക് റെസ്പിറേഷൻ. ഓക്സിജൻ ഈസ് നോട്ട് ആൻ എസെൻഷ്യൽ ഫാക്ടർ ഫോർ ഗ്ലൈക്കോളിസിസ് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ അത് ഫസ്റ്റ് സ്റ്റെപ്പ് ഗ്ലൈക്കോളിസിസ്. അപ്പോൾ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുമ്പോൾ അവിടെ ഗ്ലൂക്കോസ് എന്ന 6 കാർബൺ കോമ്പൗണ്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് പൈറൂവിക് ആസിഡ് എന്ന 3 കാർബൺ കോമ്പൗണ്ടായിട്ട് മാറുന്നു. ഗ്ലൂക്കോസ് എന്ന 6 കാർബൺ കോമ്പൗണ്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് പൈറൂവിക് ആസിഡ് എന്ന 3 കാർബൺ കോമ്പൗണ്ടായിട്ട് മാറുന്നു. ഒരു 11 സ്റ്റെപ്സായിട്ടാണ് നടക്കുക. എൻസൈമാറ്റിക് റിയാക്ഷനാണ്. അതിൽ 11 സ്റ്റെപ്സായിട്ടാണ് നടക്കുന്നത്. അങ്ങനെ അതെന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, പൈറൂവിക് ആസിഡായിട്ട് മാറുന്നു. പൈറൂവിക് ആസിഡ് 3 കാർബൺ കോമ്പൗണ്ടാണ്. ഫ്രം ഈച്ച് ഗ്ലൂക്കോസ് മോളിക്യൂൾ 2 പൈറൂവിക് ആസിഡ് മോളിക്യൂൾസ് ആർ ഫോംഡ്. ഓരോ ഗ്ലൂക്കോസ് മോളിക്യൂളിൽ നിന്നും 2 പൈറൂവിക് ആസിഡ് മോളിക്യൂൾസാണ് ഫോം ചെയ്യുക. ഇത് എയറോബിക്കിലും അനറോബിക്കിലും സിമിലർ ആയിട്ടാണ് നടക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഇലസ്ട്രേഷൻ പേജ് നമ്പർ 229 അപ്പോൾ അതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. 229 229 പേജിലുള്ള ഇലസ്ട്രേഷൻ പഠിക്കണം, ഗ്ലൈക്കോളിസിസ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഗ്ലൈക്കോളിസിസ് ഈസ് ദ കോമൺ സ്റ്റെപ്പ് ഓഫ് ബോത്ത് എയറോബിക് ആൻഡ് അനറോബിക് റെസ്പിറേഷൻ. ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ സൈറ്റോപ്ലാസം. ഇത് എയറോബിക്കിലും അനറോബിക്കിലും സിമിലർ ആണെന്ന് പറഞ്ഞു. ഗ്ലൂക്കോസ് എന്ന 6 കാർബൺ കോമ്പൗണ്ട്, ഗ്ലൂക്കോസ് ആണ് ഇവിടുത്തെ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്. ഗ്ലൂക്കോസ് എന്ന റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്ത് പൈറൂവിക് ആസിഡായിട്ട് മാറുന്നു. ഫ്രം ഈച്ച് ഗ്ലൂക്കോസ് മോളിക്യൂൾ 2 പൈറൂവിക് ആസിഡ് മോളിക്യൂൾസ് ആർ ഫോംഡ്. അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ അത് അതിൻ്റെ ഫിഗർ നിങ്ങൾ ഓർത്തോളണം. അതാണ് ഇൻകംപ്ലീറ്റ് തരുന്നത്, കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എഴുതേണ്ടത്. നെക്സ്റ്റ് വൺ വരുന്നത് ഫെർമെൻറ്റേഷനാണ്. ഫെർമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ അനറോബിക് റെസ്പിറേഷൻ തന്നെയാണ് ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്നത്. അനറോബിക് റെസ്പിറേഷനാണ് ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് ദ ഫേറ്റ് ഓഫ് പൈറൂവിക് ആസിഡ് ഇൻ ഫെർമെൻറ്റേഷൻ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അനറോബിക് റെസ്പിറേഷൻ, ഫസ്റ്റ് സ്റ്റെപ്പ് ഗ്ലൈക്കോളിസിസ് ആണ്. സെക്കൻഡ് സ്റ്റെപ്പായിട്ട് നമുക്ക് വേണമെങ്കിൽ ഏതിനെ ഫെർമെൻറ്റേഷനെ പറയാം. അപ്പോൾ ഗ്ലൈക്കോളിസിൻ്റെ പ്രോഡക്റ്റ് പൈറൂവിക് ആസിഡാണ്. ഗ്ലൈക്കോളിസിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പൈറൂവിക് ആസിഡാണ് ഗ്ലൈക്കോളിസിൻ്റെ പ്രോഡക്റ്റ്. ഇത് ഫെർമെൻറ്റേഷനിൽ എന്ത് സംഭവിക്കുന്നതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഫെർമെൻറ്റേഷനിൽ ഇത് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, എഥനോൾ ഓർ ഈഥൈൽ ആൽക്കഹോളായിട്ട് മാറുന്നു. എഥനോൾ ആൻഡ് കാർബൺ ഡയോക്സൈഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നു ഡ്യൂറിങ് ഫെർമെൻറ്റേഷൻ. അപ്പോൾ ഡ്യൂറിങ് ഫെർമെൻറ്റേഷൻ പൈറൂവിക് ആസിഡ് ഈസ് കൺവേർട്ടഡ് ടു എഥനോൾ ആൻഡ് കാർബൺ ഡയോക്സൈഡ്. ഓക്സിജൻ്റെ ആബ്സെൻസിൽ ഫെർമെൻറ്റേഷൻ നടക്കുമ്പോൾ അതെന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, എഥനോൾ ഓർ ഈഥൈൽ ആൽക്കഹോൾ ആൻഡ് കാർബൺ ഡയോക്സൈഡായിട്ടാണ് കൺവേർട്ട് ചെയ്യുക.
അതാണ് ഫെർമെൻറ്റേഷൻ എന്ന പ്രോസസ്സ്. എഥനോൾ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് മാറും. അത് തന്നെ 2 സ്റ്റെപ്പായിട്ടാണ് നടക്കുക. ആദ്യം പൈറുവിക് ആസിഡ് അസറ്റാൾഡിഹൈഡും കാർബൺ ഡൈ ഓക്സൈഡ് കൺവെർട്ട് ചെയ്യുന്നു. അസറ്റാൾഡിഹൈഡും കാർബൺ ഡൈ ഓക്സൈഡ് മാറുന്നു. നെക്സ്റ്റ് സ്റ്റേജിലാണ് എന്തായിട്ട് കൺവെർട്ട് ചെയ്യുക? എഥനോളായിട്ട് മാറുക. അപ്പോൾ എഥനോൾ ഈസ് ദ ഫൈനൽ പ്രോഡക്റ്റ് ഓഫ് ഫെർമെൻറ്റേഷൻ എന്ന് പറയാം. ഇനി ഈ ഫെർമെൻറ്റേഷനെ തന്നെ നമുക്ക് 2ആയി ഡിവൈഡ് ചെയ്യാം. ഫെർമെൻറ്റേഷൻ 2 ടൈപ്സ് ആയിട്ടാണ് വരുന്നത്. ഒന്ന് ആൽക്കഹോളിക് ഫെർമെൻറ്റേഷനും മറ്റൊന്ന് ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷനും. അപ്പോൾ ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ ആൻഡ് ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ. നമ്മുടെ ബോഡിയിൽ അനറോബിക് റെസ്പിറേഷൻ നടക്കുമ്പോൾ ലാക്റ്റിക് ആസിഡാണ് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു. അത്തരം ഫെർമെൻറ്റേഷനാണ് ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ എന്ന് പറയാം. അത്തരം ഫെർമെൻറ്റേഷനെ ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ എന്ന് പറയാം. എന്നാൽ ഈഥൈൽ ആൽക്കഹോൾ ഫോം ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ. നമ്മൾ ഈസ്റ്റൊക്കെ ഉപയോഗിക്കാറുണ്ട് ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ എഥനോൾ ആണ് ഫോം ചെയ്യുക. എഥനോൾ ഫോം ചെയ്യുമ്പോൾ അതിനെ ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ എന്ന് പറയാം. അപ്പോൾ ഫെർമെൻറ്റേഷൻ ഈസ് ഓഫ് 2 ടൈപ്സ്, ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ ആൻഡ് പിന്നെ എന്താണ് ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ. ഇങ്ങനെ 2 ടൈപ്സ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ വാട്ട് ഈസ് ദ ഫേറ്റ് ഓഫ് പൈറുവിക് ആസിഡ് ഇൻ ഫെർമെൻറ്റേഷൻ ചോദിച്ചാൽ, പൈറുവിക് ആസിഡ് വിച്ച് ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് ഗ്ലൈക്കോളിസിസ് ഈസ് കൺവേർട്ടഡ് ടു എഥനോൾ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ഫെർമെൻറ്റേഷൻ. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ അസറ്റാൾഡിഹൈഡും കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നു. നെക്സ്റ്റ് സ്റ്റേജിൽ അത് എന്തായിട്ട് മാറുന്നു? എഥനോൾ ഓർ ഈഥൈൽ ആൽക്കഹോളായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. 2 ടൈപ്സ് ഓഫ് ഫെർമെൻറ്റേഷൻസ് ഉണ്ട്. ആൽക്കഹോളിക് ഫെർമെൻറ്റേഷനും ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ. ഇങ്ങനെ 2 ടൈപ്പാണ് ഉള്ളത്. അതിൽ ഗ്ലൈക്കോളിസിൻ്റെ മറ്റൊരു പേരാണ് EMP പാത്വേ എന്ന് പറഞ്ഞു. അത് സൈറ്റോപ്ലാസത്തിലാണ് നടക്കുന്നത്. എയറോബിക്കിൻ്റെയും അനറോബിക് റെസ്പിറേഷൻ്റെയും കോമൺ സ്റ്റെപ്പാണ് ഏത്? ഗ്ലൈക്കോളിസ് എന്ന് പറയുന്നത്. ഇനി അപ്പോൾ അനറോബിക് റെസ്പിറേഷൻ 2 സ്റ്റെപ്സ്. ഒന്ന് ഗ്ലൈക്കോളിസ്, സെക്കൻഡ് സ്റ്റെപ്പായിട്ട് ഫെർമെൻറ്റേഷൻ പറയും. 2 സ്റ്റേജസ് ആയി. ഇനി നെക്സ്റ്റ് വൺ വരുന്നത് എയറോബിക് റെസ്പിറേഷൻ്റെ സ്റ്റെപ്സ് പറഞ്ഞാൽ എയറോബിക്കിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഏതിനാണ്? ഗ്ലൈക്കോളിസിസ് തന്നെയാണ്. നെക്സ്റ്റ് എയറോബിക് റെസ്പിറേഷൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രബ് സൈക്കിളാണ്. ക്രബ് സൈക്കിൾ ഓർ മറ്റൊരു പേര് TCA സൈക്കിൾ. ക്രബ് സൈക്കിൾ എന്ന് പറയാം, TCA സൈക്കിൾ ഓർ ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ എന്ന് പറയാം, അല്ലെങ്കിൽ സിട്രിക് ആസിഡ് സൈക്കിൾ എന്നും പറയാം. അപ്പോൾ എല്ലാം സിമിലർ സെയിം തന്നെയാണ്. TCA സൈക്കിൾ ഓർ ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ ഓർ ക്രബ് സൈക്കിൾ എന്ന് പറയാം. ഹാൻസ് ക്രബ് കണ്ടെത്തിയതുകൊണ്ട് ക്രബ് സൈക്കിൾ. ഓക്കെ, ഫസ്റ്റ് ഫോംഡ് കോമ്പൗണ്ട് ഈസ് സിട്രിക് ആസിഡ്. ഫസ്റ്റ് ഫോംഡ് കോമ്പൗണ്ട് ഈസ് സിട്രിക് ആസിഡ്. സോ സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് പറയാം. ഈ സിട്രിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു ട്രൈ കാർബോക്സിലിക് ആസിഡാണ്. സിട്രിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു ട്രൈ കാർബോക്സിലിക് ആസിഡാണ്. സോ TCA സൈക്കിൾ എന്ന് പറയാം, അല്ലെങ്കിൽ ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ എന്ന് പറയാം. ഈ ക്രബ് സൈക്കിൾ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. നിങ്ങളുടെ മോഡൽ എക്സാമിനൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസൊക്കെ നോക്കിയാലൊക്കെ ക്രബ് സൈക്കിൾ ഉണ്ടാകാം. വളരെ പ്രധാനപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ്. നിങ്ങളുടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ 232 232 പേജിൽ അതിൻ്റെ ഒരു ഫിഗർ ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഓർക്കുക. അതിൽ കൂടെ ആ പ്രോഡക്റ്റുകൾ മാത്രം ഓർത്താൽ പോരാ, അതിലുള്ള കാർബൺ കോമ്പൗണ്ട് അതിൻ്റെ നമ്പറോടെ ഓർക്കുക. ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പ് ക്രബ് സൈക്കിളാണ് നടക്കേണ്ടത്. പക്ഷേ ഇതിനിടയ്ക്ക് ഒരു ഇൻ്റർമീഡിയറ്റ് ഒരു സ്റ്റേജ് വരുന്നുണ്ട്. അതാണ് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ എന്ന് പറയുന്നത്. ഈ നമ്മുടെ ഗ്ലൈക്കോളിസിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പൈറുവിക് ആസിഡാണ്. പൈറുവിക് ആസിഡ് ഈസ് 3 കാർബൺ കോമ്പൗണ്ട്. ഈ പൈറുവിക് ആസിഡ് എന്ന 3 കാർബൺ കോമ്പൗണ്ടിൽ നിന്നും ഒരു കാർബൺ റിലീസ് ചെയ്യുന്നു. അതാണ് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് അതൊരു 2 കാർബൺ കോമ്പൗണ്ടായിട്ട് മാറുന്നു. ഒരു അസറ്റൈൽ കോയിൻസൈം A എന്ന സൾഫർ കണ്ടെയ്നിങ് കോമ്പൗണ്ടായിട്ട് മാറുന്നു. അസറ്റൈൽ കോയിൻസൈം A. ഈ അസറ്റൈൽ കോയിൻസൈം A ആണ് മൈറ്റോകോൺട്രിയയിലേക്ക് എത്തിയിട്ട് ക്രബ് സൈക്കിളിന് വിധേയമാകുക. അപ്പോൾ ക്രബ് സൈക്കിൾ ടേക്സ് പ്ലേസ് ഇൻ മൈറ്റോകോൺട്രിയ ആൻഡ് ഗ്ലൈക്കോളിസിസ് ടേക്സ് പ്ലേസ് ഇൻ ദി സൈറ്റോപ്ലാസം. അപ്പോൾ ക്രബ് സൈക്കിൾ നടക്കുന്നത് മൈറ്റോകോൺട്രിയയിൽ വെച്ചാണെന്ന് ഓർക്കുക. അവിടുത്തെ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് അസറ്റൈൽ കോയിൻസൈം A ആണ്. അസറ്റൈൽ കോയിൻസൈം A ആണ് അവിടുത്തെ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്. അത് സിട്രേറ്റ് സിന്തേസ് എന്ന എൻസൈമിൻ്റെ പ്രസൻസിലാണ് അബ്സോർബ് ചെയ്യുക. അങ്ങനെയാണ് സിട്രിക് ആസിഡ് ആയിട്ട് മാറുന്നത്. സിട്രിക് ആസിഡ് ഈസ് 6 കാർബൺ കോമ്പൗണ്ട്. ഓർത്ത് വയ്ക്കുക, പൈറുവിക് ആസിഡ് ഈസ് 3 കാർബൺ കോമ്പൗണ്ട്. അതിൽ നിന്ന് 1 കാർബൺ റിലീസ് ചെയ്തു. അങ്ങനെ 2 കാർബൺ കോമ്പൗണ്ടായിട്ട് മാറി. എന്താണ് പേര്? അസറ്റൈൽ കോയിൻസൈം A. അപ്പോൾ ഇവിടുത്തെ അക്സെപ്റ്റർ എന്ന് പറയുന്നത് ഓക്സാലോ അസറ്റിക് ആസിഡാണ്. ഓക്സാലോ അസറ്റിക് ആസിഡാണ് ഇവിടുത്തെ അക്സെപ്റ്റർ എന്ന് പറയുന്നത്. അസറ്റൈൽ കോയിൻസൈം അക്സെപ്റ്റ് ചെയ്യുന്നത് ഓക്സാലോ അസറ്റിക് ആസിഡാണ്. OAA. ഓക്സാലോ അസറ്റിക് ആസിഡ് ഈസ് 4 കാർബൺ കോമ്പൗണ്ട്. അപ്പോൾ ഓക്സാലോ അസറ്റിക് ആസിഡ് ഈസ് 4 കാർബൺ കോമ്പൗണ്ട്. അസറ്റൈൽ കോയിൻസൈം A ഈസ് 2 കാർബൺ കോമ്പൗണ്ട്. അപ്പോൾ 4 + 2 എന്തായിട്ട് മാറി? 6 കാർബൺ കോമ്പൗണ്ടായിട്ട് മാറി. ഈ ഡാർക്ക് റിയാക്ഷനിൽ നിങ്ങൾക്കറിയാം, ഡാർക്ക് റിയാക്ഷനിൽ മെയിനായിട്ട് നടക്കുന്നത് ഡീകാർബോക്സിലേഷൻസും ഡീഹൈഡ്രോജനേഷൻസുമാണ് നടക്കുക. ഡീകാർബോക്സിലേഷൻസും ഡീഹൈഡ്രോജനേഷൻസുമാണ് നടക്കുക. അതിൽ 2 ഡീകാർബോക്സിലേഷൻസും 4 ഡീഹൈഡ്രോജനേഷൻസും ആണുള്ളത്. 2 ഡീകാർബോക്സിലേഷനും
4 ഡീഹൈഡ്രോജനേഷൻസ് കൊണ്ടുള്ള. അതിൽ 3 തവണ ഡീഹൈഡ്രോജനേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് NADH ഈസ് കൺവേർട്ടഡ് ടു NAD. ഒരു തവണ FADH2 FAD ആയിട്ടും കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ FADH2 FAD ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു തവണ, NADH NAD ആയിട്ട് മാറുന്നത് 3 തവണ. അങ്ങനെ 4 ഡീഹൈഡ്രോജനേഷൻസും ഒരു ഡീകാർബോക്സിലേഷനാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതിൽ തന്നെ സിട്രിക് ആസിഡ് എന്ന 6 കാർബൺ കോമ്പൗണ്ടിൽ നിന്നും ആ ഡയഗ്രത്തിൽ ഉള്ള ചോദിക്കുന്ന പോയിൻറ്റ്സാണിത്. അപ്പോൾ നിങ്ങൾ എഴുതുന്ന പ്രോഡക്റ്റ് ഇതാണ്, എൻ്റെ കാർബൺ നമ്പറോട് ഓർക്കുക. സിട്രിക് ആസിഡിൽ നിന്നും കാർബൺ റിമൂവ് ചെയ്യുമ്പോൾ ഡീകാർബോക്സിലേറ്റ് ചെയ്യുമ്പോൾ അതിൽ 5 കാർബൺ കോമ്പൗണ്ടായിട്ട് മാറുന്ന പേര് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ്. ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് എന്ന 5 കാർബൺ കോമ്പൗണ്ടായിട്ട് മാറുന്നു. വീണ്ടും ഡീകാർബോക്സിലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് 4 കാർബൺ കോമ്പൗണ്ടായിട്ട് മാറുന്നു സക്സിനിക് ആസിഡ്. സക്സിനിക് ആസിഡ് എന്ന 4 കാർബൺ കോമ്പൗണ്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ കാർബണിൻ്റെ അളവുകളാണ് വേണ്ടത്. സിട്രിക് ആസിഡ് 6 കാർബൺ കോമ്പൗണ്ട്, ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് 5 കാർബൺ കോമ്പൗണ്ട്. 5 കാർബൺ കോമ്പൗണ്ടാണ് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ്. സക്സിനിക് ആസിഡ് 4 കാർബൺ കോമ്പൗണ്ട്. സക്സിനിക് ആസിഡ് 4 കാർബൺ കോമ്പൗണ്ട്. സക്സിനിക് ആസിഡ് പിന്നീട് എന്തായിട്ട് മാറുന്നു? ഓർഗാനിക് ആസിഡുകളായിട്ടുള്ള മാലിക് ആസിഡായിട്ടൊക്കെ മാറും, ഫ്യൂമാരിക് ആസിഡായിട്ട് മാറാം. അതുകൊണ്ട് തന്നെ ഈ ക്രബ് സൈക്കിളിനെ നമ്മൾ എന്ത് പറയാറുണ്ട്? ഓർഗാനിക് ആസിഡ് സൈക്കിൾ എന്നും പറയാറുണ്ട്. ക്രബ് സൈക്കിളിനെ ഓർഗാനിക് ആസിഡ് സൈക്കിൾ എന്നും പറയാം. അപ്പോൾ മാലിക് ആസിഡ് ഫ്യൂമാരിക് ആസിഡ് ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് അവസാനം വീണ്ടും ഓക്സാലോ അസറ്റിക് ആസിഡായിട്ട് മാറുന്നു. അതാണ് ക്രബ് സൈക്കിൾ. അപ്പോൾ ഫിഗർ പേജ് നമ്പർ 232 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്തോളണം. അതിൽ കാർബൺ നമ്പേഴ്സൂടെ ഓർക്കുക. സിട്രിക് ആസിഡ് 6 കാർബൺ കോമ്പൗണ്ട്, ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് 5 കാർബൺ കോമ്പൗണ്ട്, സക്സിനിക് ആസിഡ് 4 കാർബൺ കോമ്പൗണ്ട്. പിന്നെ വരുന്ന മാലിക് ആസിഡ്, ഫ്യൂമാരിക് ആസിഡ്, ഓക്സാലോ അസറ്റിക് ആസിഡ് എല്ലാം 4 കാർബൺ കോമ്പൗണ്ട്സ് ആണ്. 4 ഡീഹൈഡ്രോജനേഷൻസും 2 ഡീകാർബോക്സിലേഷൻസാണ് അവിടെ നടക്കുന്നത്. അതാണ് ക്രബ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ക്രബ് സൈക്കിൾ നടക്കുന്നത് ഗ്ലൈക്കോൾസിന് ശേഷം, ലിങ്ക് റിയാക്ഷനും കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന സ്റ്റെപ്പാണ് ക്രബ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫിഗർ ഇൻകംപ്ലീറ്റ് ആയിട്ട് തരും, അതാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ആ കാർബൺ കോമ്പൗണ്ട്സ് ഓർക്കുക. ഇനി ഇത് കഴിഞ്ഞാൽ, ക്രബ് സൈക്കിൾ കഴിഞ്ഞാൽ വീണ്ടും ഒരു സ്റ്റെപ്പ് ഉണ്ട്, ഫൈനൽ സ്റ്റേജ് ഓഫ് റെസ്പിറേഷൻ ഉണ്ട്. ദറ്റ് ഈസ് കാൾഡ് ടെർമിനൽ ഓക്സിഡേഷൻ. ഫൈനൽ സ്റ്റെപ്പ് ഓഫ് റെസ്പിറേഷനാണ് എന്താ പറയുക, ടെർമിനൽ ഓക്സിഡേഷൻ എന്ന് പറയുക. അതിന് 2 സ്റ്റെപ്സാണുള്ളത്. ഒന്ന് ETS, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റവും, മറ്റൊന്ന് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷനും. ETS മീൻസ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഇത് കാണുന്നത് ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിലാണ്. ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിനിൽ കുറേ ഇലക്ട്രോൺ കാരിയേഴ്സ് സീരിയലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരുകളൊന്ന് ഓർത്ത് വെച്ചോളണം. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ വരുന്ന ഇലക്ട്രോൺ കാരിയേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? FMN വരുന്നുണ്ട്, FES വരുന്നുണ്ട്, പിന്നെ സൈറ്റോക്രോംസ് ആണ് വരുന്നത്. സൈറ്റോക്രോം സൈറ്റോക്രോം B6, സൈറ്റോക്രോം A3 ഇങ്ങനെ കുറേ ഇലക്ട്രോൺ കാരിയേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക, പിന്നെ കിനോൺസ് വരുന്നുണ്ട്, യുബിക് കിനോൺ, UQ എന്നായിരിക്കും ടെക്സ്റ്റിലുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ കുറേ ഇലക്ട്രോൺ കാരിയേഴ്സിലൂടെ ട്രാവൽ ചെയ്തിട്ട് എവിടെ നിന്നാണ് ഇലക്ട്രോൺസ് ട്രാവൽ ചെയ്യുന്നത്? ക്രബ് സൈക്കിളിൻ്റെ ഫലമായിട്ടുണ്ടായ NADH2 FADH2 ഓക്സിഡൈസ്ഡ് ആയിട്ട് പ്രോട്ടോൺസ് ആൻഡ് ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യുന്നു. ആ ഇലക്ട്രോൺസ് ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിനിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺ കാരിയേഴ്സിലൂടെ ട്രാവൽ ചെയ്തിട്ടാണ് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുക. മോളിക്കുലർ ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്ത് വാട്ടർ ഫോം ചെയ്യുന്നത്. ദാറ്റ് വാട്ടർ ഈസ് കാൾഡ് മെറ്റബോളിക് വാട്ടർ. അങ്ങനെ ETSൻ്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ വാട്ടറാണ്. അപ്പോൾ ഡ്യൂറിങ് ഓക്സിഡേഷൻ NADH ആൻഡ് FADH2 റിലീസ് പ്രോട്ടോൺസ് ആൻഡ് ഇലക്ട്രോൺസ്. ദീസ് ഇലക്ട്രോൺസ് ട്രാവൽ ത്രൂ certain electron carriers arranged sequentially in inner mitochondrial membrane. അതിന് എക്സാമ്പിൾസ് ആണ് പറയുക FMN, FES, സൈറ്റോക്രോംസ് ഡിഫറെൻറ്റ് ടൈപ്സ് വരുന്നുണ്ട്, പിന്നെ UQ, യുബിക്കിനോൺ ഒക്കെ വരുന്നുണ്ട്. അങ്ങനെയുള്ള ഇലക്ട്രോൺ കാരിയേഴ്സ് ട്രാവൽ ചെയ്തിട്ടാണ് അവസാനം ആരുമായിട്ട് കമ്പൈൻ ചെയ്യുക? മോളിക്കുലർ ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്ത് മെറ്റബോളിക് വാട്ടർ ആവുന്നു. ആ പ്രോസസ്സിനാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഫിഗർ നിങ്ങളുടെ പേജ് നമ്പർ 233 കാണും. 233 പേജിൽ അതിൻ്റെ ഒരു ഫിഗർ കാണും. അതിലുള്ള ഇലക്ട്രോൺ കാരിയേഴ്സിൻ്റെ പേരുകളാണ് ഓർക്കേണ്ടത്. അങ്ങനെ വാട്ടർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നടക്കുന്ന ഏറ്റവും ഫൈനൽ സ്റ്റെപ്പാണ്, ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് കാൾഡ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. ഫോർമേഷൻ ഓഫ് ATP ഈസ് കാൾഡ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. ഫോർമേഷൻ ഓഫ് ATP അതാണ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. കാരണം നമുക്കറിയാം, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ഫോക്കസ് ഏരിയ വരുന്നില്ലെങ്കിൽ കൂടിയും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ജനറലി റെസ്പിറേഷൻ ഈസ് കൺസിഡർഡ് ആസ് എ കാറ്റബോളിക് പ്രോസസ്സ്. ഒരു ബ്രേക്ക് ഡൗൺ പ്രോസസ്സ്, കാറ്റബോളിസമായിട്ടാണ് റെസ്പിറേഷനെ കണക്കാക്കുന്നത്. ആണെങ്കിൽ പോലും അതൊരു ആംഫിബോളിക് പാത്വേ ആണെന്ന് പറയുന്നത്. റെസ്പിറേഷൻ ഈസ് നോർമലി ജനറലി കൺസിഡർഡ് ആസ് എ കാറ്റബോളിക് പ്രോസസ്, ബട്ട് ആക്ച്വലി ഇറ്റ് ഈസ് ആൻ ആംഫിബോളിക് പാത്വേ. അവിടെ ആനബോളിസവും കാറ്റബോളിസവും നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഫോർമേഷൻ ഓഫ് ATP നടക്കുന്നുണ്ട്. ഫോർമേഷൻ ഓഫ് ATP ആണ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറയാം. ഈ ATP സിന്തസിസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ തിയറി നമ്മൾ ഫോട്ടോസിന്തസിലും പറയുന്നുണ്ട്. അതാണ് ഏത്? ഫോർമേഷൻ ഓഫ് ATP എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറിയാണ് കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്.
NADH2 FADH2 പ്രോട്ടോൺസിനെ എമിറ്റ് ചെയ്യുന്നു. ഓരോ NADH2ഉം 3 pairs ഓഫ് പ്രോട്ടോൺസിനെയും ഓരോ FADHും 2 pairs ഓഫ് പ്രോട്ടോൺസിനെയും ഇന്നർ മൈറ്റോകോൺഡ്രിയൽ സ്പേസിലേക്ക് മെംബ്രെയിനിലേക്ക് എമിറ്റ് ചെയ്യുന്നു. അങ്ങനെ പ്രോട്ടോൺ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്നു ഇൻ ദ സ്പേസ്. ആസ് എ റിസൾട്ട് ഒരു പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ്, പ്രോട്ടോൺ കോൺസെൻട്രേഷൻ ഡിഫറൻസ് ഫോം ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു, ആ പ്രോട്ടോൺസ് തിരിച്ച് റിലീസ് ചെയ്യാൻ നോക്കുകയാണ്. തിരികെ എവിടേക്ക്, മാട്രിക്സിലേക്ക് വരാൻ നോക്കുന്നു. പക്ഷേ വരാൻ കഴിയുന്ന ഒരേ ഒരു പാത്വേ എന്ന് പറയുന്ന ഓക്സോസോമാണ്. അപ്പോൾ ഓക്സോസോമിൻ്റെ സ്ട്രക്ചർ ഓർക്കുക. പേജ് നമ്പർ 234 അതിൻ്റെ ഒരു ഫിഗർ ഉണ്ട്. പേജ് നമ്പർ 234 അതിൻ്റെ ഒരു ഫിഗർ കാണുന്നു. ഓക്സോംസ് എന്ന് പറയുന്നത് ഒരു ടെന്നീസ് റാക്കറ്റ് ഷേപ്ഡ് സ്ട്രക്ചറാണ്. അതിൻ്റെ ഒരു ഹെഡ് പീസും ഒരു സ്റ്റോക്കും പിന്നെ ഒരു F0 എന്ന ബേസുമാണുള്ളത്. അപ്പോൾ ഹെഡ് പീസ് ഓർ F1 പിന്നെ സ്റ്റോക്ക്, ഇങ്ങനെ 3 ഭാഗങ്ങൾ. അപ്പോൾ ഇതിലൂടെയാണ് പ്രോട്ടോൺസ് ഇങ്ങനെ ട്രാവൽ ചെയ്യുക. പ്രോട്ടോൺസ് ട്രാവൽ ചെയ്യുന്നു ഫ്രം എവിടെ നിന്ന്, ഇന്നർ മെംബ്രെയിൻ സ്പേസ് ടു ദി മാട്രിക്സ്. ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഹെഡ് പീസിൽ വെച്ചിട്ട് ATP സിന്തേസ് എന്ന എൻസൈമിൻ്റെ പ്രസൻസിൽ ആരൊക്കെ തമ്മിൽ കമ്പൈൻ ചെയ്യുന്നു, ADP-Pയുമായിട്ട്. ADP മീൻസ് ഇനോർഗാനിക് ഫോസ്ഫേറ്റ്. ADP കമ്പൈൻസ് വിത്ത് ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ആയിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് ATP ഫോം ചെയ്യുക. ഇങ്ങനൊരു ഫിഗറായിട്ട് നിങ്ങളുടെ പേജ് നമ്പർ 234 കാണുക. അതാണ് ഏത് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ ATP സിന്തസിസ് ആണ്. ഫൈനൽ സ്റ്റെപ്പ് ഓഫ് റെസ്പിറേഷൻ ആണ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷനിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഫിഗറോട് ഓർത്ത് വെക്കുക. പ്രോട്ടോൺസ് തിരികെ വരുന്നത് ഏതിലൂടെയാണ്, ഈ ഓക്സോസോമിലൂടെയാണ്. ഇതിനാണ് പ്രോട്ടോൺ ചാനൽ എന്ന് പറയുന്നത്. ഫ്രം ഇന്നർ മെംബ്രെയിൻ സ്പേസ് ടു ദി മാട്രിക്സ്. ആ പാത്വേയിലാണ് ADP ഇനോർഗാനിക് ഫോസ്ഫേറ്റായിട്ട് കമ്പൈൻ ചെയ്ത് ATP ഫോം ചെയ്യുന്നത്. ആ പ്രോസസ്സിനെ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറയും. അപ്പോൾ ഇത്ര റെസ്പിറേഷനിൽ വരുന്ന മെയിൻ ക്വസ്റ്റ്യൻസ് ഇത്രയാണ്. അതിൽ ഓർത്ത് വെക്കാനുള്ളത് ഗ്ലൈക്കോളിസിസ് ടേക്സ് പ്ലേസ് ഇൻ ദി സൈറ്റോപ്ലാസം ആൻഡ് ക്രബ് സൈക്കിൾ ഇൻ ദ മൈറ്റോകോൺട്രിയ. Glycolysis is a common step of both aerobic and anaerobic respiration. Product of glycolysis എന്ന് പറയുന്ന pyruvic acid, which is a 3-carbon compound. അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അത് ഓർക്കണം. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞ ഫെർമെൻറ്റേഷനാണ്. ഫെർമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അനറോബിക് റെസ്പിറേഷൻ തന്നെയാണ്. അനറോബിക് റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഫുഡ് മെറ്റീരിയൽസ് ആണ്. എയറോബിക് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഫുഡ് മെറ്റീരിയൽസിൻ്റെ പ്രസൻസ് ഓഫ് ഓക്സിജൻ ആണ്. അതിൽ ഫെർമെൻറ്റേഷൻ 2 പ്രോഡക്ട്സാണ് ഇവിടെ വരുന്നത്, എഥനോൾ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. എഥനോൾ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് അവിടുത്തെ പ്രോഡക്റ്റ്, ഈഥിൽ ആൽക്കഹോൾ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഫെർമെൻറ്റേഷനിലെ പ്രോഡക്റ്റ്. അത് 2 സ്റ്റെപ്പായിട്ട് നടക്കുമെന്ന് പറഞ്ഞു. ആദ്യത്തെ സ്റ്റെപ്പിൽ പൈറുവിക് ആസിഡ് ഈസ് കൺവെർട്ടഡ് ടു അസറ്റാൽഡിഹൈഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ആൻഡ് ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എഥനോൾ ഓർ ഈഥിൽ ആൽക്കഹോളായിട്ട് പറയും. ഇങ്ങനെ ആൽക്കഹോൾ ഫോം ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ. ആൻഡ് വെൻ ലാക്റ്റിക് ആസിഡ് ഈസ് ഫോംഡ് ഇറ്റ് ഈസ് കാൾഡ് ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ എന്ന് പറയാം. ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ നടക്കുന്ന ഹ്യൂമൻ ബോഡി നടക്കുന്ന സ്കെലറ്റൽ മസിൽസിലാണ് നടക്കുക. സ്കെലറ്റൽ മസിൽസിൽ നടക്കുന്നു. നെക്സ്റ്റ് എയറോബിക് റെസ്പിറേഷൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ഏത്, ക്രബ് സൈക്കിൾ. ക്രബ് സൈക്കിൾ വാസ് ഡിസ്കവേർഡ് ബൈ ഹാൻസ് ക്രബ്. ടേക്സ് പ്ലേസ് ഇൻ ദി മൈറ്റോകോൺട്രിയ. ഫസ്റ്റ് പ്രോഡക്റ്റ് ഈസ് citric acid. So citric acid cycle, this citric acid is a tricarboxylic acid. So tricarboxylic cycle or TCA cycle എന്ന് പറയാം. Organic acids are formed, so it is also called organic acid cycle. അങ്ങനെ പല പേരുകൾ പറയാം. അപ്പോൾ അവിടുത്തെ ആ കാർബൺ കോമ്പൗണ്ട്സ് ഏതൊക്കെയാണെന്ന് ഓർത്ത് വെക്കണം. സിറ്റിക് ആസിഡ് 6 കാർബൺ കോമ്പൗണ്ട്, ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് 5 കാർബൺ കോമ്പൗണ്ട്, സക്സിനിക് ആസിഡ്, മാലിക് ആസിഡ്, ഫിമറിക് ആസിഡ്, ഓക്സലോഅസറ്റിക് ആസിഡ്, ഇതെല്ലാം 4 കാർബൺ കോമ്പൗണ്ട്സ് ആണ്. ഇവിടുത്തെ അക്സെപ്റ്റർ എന്ന് പറയുന്നതും ഓക്സലോഅസറ്റിക് ആസിഡ് ആണ്. റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് അസറ്റൈൽ കോയിൻസൈം A ആണ്. അതൊരു 4 കാർബൺ കോമ്പൗണ്ട് ആണ്. പൈറുവിക് ആസിഡ് 2 കാർബൺ കോമ്പൗണ്ട് ആണ്. പൈറുവിക് ആസിഡ് 3 കാർബൺ കോമ്പൗണ്ടിൽ നിന്ന് ഒരു കാർബൺ റിലീസ് ചെയ്യുമ്പോഴത്തേക്കാണ് എന്തായിട്ട് മാറുക, അസറ്റൈൽ കോയിൻസൈം ആയിട്ട് മാറുക. അതാണ് ഇവിടുത്തെ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്. ലാസ്റ്റ് സ്റ്റെപ്പാണ് ടെർമിനൽ ഓക്സിഡേഷൻ. അതിലാണ് 2 സ്റ്റെപ്സ് വരുന്നത്. ETSൻ്റെ പ്രോഡക്റ്റ് മെറ്റബോളിക് വാട്ടറും ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ്റെ പ്രോഡക്റ്റ് ATPയുമാണ്. ഇത്രയും ഉൾപ്പെട്ടതാണ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്.